അത് തന്നെ ആ കൺഫ്യൂഷൻ വരട്ടെ, തുറക്കണോ വേണ്ടയോ, അപ്പം നമ്മുടെ മനസ്സിൽ നിൽക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരി നിൽക്കാം എന്ന് പറഞ്ഞു. കുട്ടി കറക്റ്റ്. എന്തോ അമ്മ ആ സ്വർണം കൊണ്ടുവന്ന പയ്യൻ എന്റെ കണ്ണും ആ കണ്ണുകളും തമ്മിൽ ഉടക്കി. ഇപ്പൊ ഇത്ര ചെറുപ്പത്തിൽ എന്നെ കണ്ടത് മാഞ്ചേട്ടന്റെ മോളല്ലേ തങ്കച്ചി. സന്ധ്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയെ എങ്ങനെ അറിയപ്പെടുന്നു? നല്ല കുട്ടിയാട്ടോ തങ്കച്ചി മോള്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചു ഒരു ആൺകുട്ടിയെ കിട്ടിയെങ്കിൽ, ഒരു ആൺകുട്ടിയെ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കൊണ്ട് മുകേഷൻ ഒരു പെണ്ണിനെ കിട്ടിയെങ്കിൽ, ഒരു പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇവള് വന്നു. പിന്നെ മൂന്നാമത്തെ ആയപ്പോൾ എന്തായാലും എന്താ അങ്ങനെ ആർക്കും വേണ്ടാതെ ഞാനുണ്ടടാ. കറണ്ട് ഇല്ല, അപ്പോൾ വാതിൽ തട്ടി. അപ്പം ഞാൻ ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ തിലമ്മവന തുറക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഉണ്ണണ്ട ഇവിടുന്ന്. ചേച്ചി എന്താ രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തെ? ഈ ഇരിക്കുന്ന സന്ധ്യ ചേച്ചി എങ്ങനെയാണ് ആ പൊന്മാനിലെ തിരമാലകളോട് മല്ലിട്ട് ഉപ്പുകാറ്റും ഇട്ട് വിണ്ട് കീറിയ മുഖവും കുറെ നാൾ കൂടി ഞാൻ സിനിമയിലാ ചേച്ചിയെ കാണുന്നത്. ഞാൻ അറിയാം അഭിനയമാണെന്നും ഒക്കെ അറിയാം. മുഖത്തെ ഒരു നിസ്സഹായതയും ധാർഷ്ട്യവും ഒക്കെ കൂടെ ഉള്ള ഒരു ധാർഷ്ട്യം എന്നല്ല എന്ന് പറയണ്ടത്, നിസ്സഹായതയുണ്ട്. അതേപോലെ തന്നെ ആ വിൽ പവർ ഉണ്ട്. എൻ്റെ മകളെ ഞാൻ അതിനെ കുറിച്ച് ഒന്ന് പറയും. ആ അഭിനയത്തിലേക്ക് വന്ന് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് പോകുമ്പോൾ നമുക്ക് വേറൊരു കാര്യവും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അന്നൊക്കെ എങ്ങനെയായിരുന്നു. ഇടയ്ക്ക് സ്വരൂപം ഞാൻ ചെയ്യുന്നുണ്ട്. സ്വരൂപം ഞാൻ ആദ്യം അഭിനയിക്കുമ്പോൾ തന്നെ ഈ സ്വരൂപം ഞാൻ അന്ന് എനിക്ക് മകനുണ്ട്, അവനൊരു 4-5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ പോയി അഭിനയിക്കുന്നത്. അതുപോലെ ഞാൻ എനിക്കൊന്നും ചോദിക്കുന്നില്ല, എന്നെ സെലക്ട് ചെയ്യുകയാണ്. കേർമോഹൻ എന്നെ സെലക്ട് ചെയ്തിട്ട് ചേട്ടനൊക്കെ പറയും, അവര് ബന്ധുക്കളാണ്. രാജു സന്ധ്യയാണ് എൻ്റെ സിനിമയിലെ ഹീറോയിൻ കേട്ടോ, നീ പറഞ്ഞാൽ മതി എന്ന് പറയും. ചേട്ടൻ പറയും മോഹനേട്ടൻ്റെ ഫിലിമിൽ നീയുണ്ട്. ഞാനോ നീയാന്ന് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എനിക്ക് പോകാമോ, അഭിനയിക്കാൻ പോകാം. അമ്മ പറഞ്ഞു തൃശ്ശൂർ അടുത്താണ് ഷൂട്ടിങ്, കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയാൽ മതി. അപ്പം ഇവിടെ ഈ ഞങ്ങളെ തൃത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് ഗുരുവായൂരടുത്താണ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൂടെ വരുന്ന ബോഡി ഗാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മകനാണ്. നമ്മുടെ മകൻ വരും, പിന്നെ അവൻ ഏതെങ്കിലും ഒരു കസിൻ, പിന്നെ എൻ്റെ കസിൻ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് അവൻ അവിടെ വെക്കേഷൻ വന്ന്, പിന്നെ അവൻ. അപ്പം നമ്മുടെ മനസ്സിൽ മുഴുവൻ ഈ ചെറുക്കൻ ഇതവിടെ പോയി എന്നുള്ളതാണ് എൻ്റെ ചിന്ത. കൊച്ചല്ലേ, പക്ഷെ അവൻ ഫുൾ എൻജോയ് ചെയ്യും. എന്നിട്ട് അവൻ ആകെ മോഹനേട്ടനൊക്കെ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, വല്യച്ച വില്ലൻ വരുമ്പോൾ വിളിക്കണേ. അപ്പോൾ പിള്ളേരല്ലേ, അവർക്ക് ഈ ഇടിയും ഒക്കെ അത് വില്ലൻ വരുമ്പോൾ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇവൻ കളിക്കാൻ അവിടെ ഭയങ്കര വിശാലമായ പറമ്പൊക്കെ അവൻ കളിക്കാൻ പോകും. വൈകുന്നേരം അവൻ എൻ്റെ കൂടെ വരും. അപ്പോഴത്തേക്ക് കുഞ്ഞുറങ്ങും. പക്ഷെ ആദ്യത്തെ ദിവസമൊക്കെ എനിക്കിങ്ങനെ അഭിനയിക്കാനൊക്കെ ഉള്ളൊരു, എനിക്ക് എന്ത് കാര്യവും ആദ്യം ഒരു ഭയങ്കര ഇൻഹിബിഷനുള്ള ഒരാൾ. പിന്നെ പതുക്കെ നമ്മളത് സോഫ്റ്റായിട്ട് അതിനകത്തിട്ട് വീഴും. അപ്പോൾ ഈ മോഹനേട്ടനുണ്ടല്ലോ കട്ട് പറയില്ല. ഞാൻ അഭിനയിച്ച് ശ്രീനിവാസനായിട്ടുള്ള ഒരു സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അയ്യോ ഇല്ലല്ലോ ഒന്നിനെ കൊണ്ടിട്ടുണ്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ചും കൂടെ ആ മൂഡിലങ്ങനെ എന്നിട്ടും ഒന്നും വരുന്നില്ല. അപ്പോൾ പതുക്കെ ഞാൻ ഇങ്ങനെ കണ്ണിങ്ങനെ മാറ്റി ഇങ്ങനെ നോക്കുമ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി ഡയറക്ടർ നമ്മളെ നോക്കിയിരിക്കുക, ക്യാമറ റണ്ണിങ് ആണ്. അപ്പം ഞാൻ മോഹനേട്ടൻ ഇങ്ങനെ നോക്കി. അപ്പം മോഹനേട്ടൻ എന്തേ കട്ട് പറഞ്ഞില്ല. കട്ട് അന്ന് ഫിലിമല്ലേ, ഫിലിം പുള്ളി ഇതിനകത്ത് ലയിച്ച് പുള്ളി കട്ട് പറഞ്ഞില്ല. എന്നിട്ട് അന്നേരം ക്യാമറാമാൻ മധുവമ്പാട്ട് പറഞ്ഞു, അതേ സന്ധ്യ മോഹനേട്ടൻ നിങ്ങളെക്കായി ഇൻവോൾവ് ആണ് അതിനകത്ത് സീനില്. അപ്പൊ ഒന്ന് കട്ടൊന്നും പറയില്ല, നിങ്ങളത് കഴിയുമ്പോൾ നിങ്ങൾ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് വലിയ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള എന്താ പറയുന്ന അത്രയും വലിയ ബൗദ്ധികമായി ചിന്തിക്കുന്ന സിനിമയുടെ എല്ലാ തലങ്ങളും അറിയാവുന്ന ഒരു ഡയറക്ടർ കൂടെ ഒക്കെ നിന്ന്. പിന്നെ ശ്രീനിവാസൻ എന്ന് പറയുന്ന ടോപ്പ് മോസ്റ്റ് ആക്ടറാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ആ ക്യാരക്ടറെ ഉൾക്കൊണ്ട് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ തിലകം മാമൻ അതിനകത്തുണ്ട്. തിലകം മാമൻ കൊച്ചിലെ നമ്മുടെ ട്രൂപ്പിൽ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തിലകം മാമൻ അന്ന് അഭിനയിക്കുമ്പോൾ തിലകം മാമൻ എനിക്ക് ഇഷ്ടമല്ല, കാരണം ഭയങ്കര റഫാണ്. അപ്പം നാടകത്തിലും വില്ലൻ റഫായിട്ടുള്ള ക്യാരക്ടറല്ലേ. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഉണ്ണാനിവിടെ വരുമെന്ന് പറഞ്ഞു തിലകം മാമൻ. അപ്പം നാടകം ഇല്ലെങ്കിൽ അവരവിടെ നിൽക്കും. അപ്പം അന്നേരം അച്ഛൻ പറയും വീട്ടിൽ വന്ന് ഊണ് കഴിക്കാനായിട്ട് വരാൻ പറയും. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ബെല്ലടിക്കും, കറണ്ട് ഇല്ല. അപ്പോൾ വാതിൽ തട്ടി. അപ്പം ഞാൻ ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ തിലമ്മവന തുറക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഉണ്ണണ്ട ഇവിടെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ പിന്നെയും തട്ടുന്നു. അപ്പോൾ ഇയാൾക്ക് എന്നെ കാണാം.
അപ്പോൾ ഇയാൾ പറഞ്ഞു മോളെ വാതിൽ തുറക്ക്. അപ്പം ഞാൻ കാണിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എത്തുന്നില്ലേ, ഒരു കസേര എടുത്തിട്ടിട്ട് തുറക്ക്. പിന്നെ ഇല്ല. പിന്നെ പുള്ളി കൂടെ കറങ്ങി അടുക്കള വശത്ത് നിന്നിട്ട് ആ ഭാഗ്യമ്മയുണ്ട്, ഭാഗ്യമ്മ പറഞ്ഞു ഭാഗ്യമ്മ ആ വന്ന എന്താ വാതിൽ തട്ടാഞ്ഞ്. അയ്യോ അന്നേരം മുതലേ തട്ടുന്നു, കൊച്ചു തുറന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തുറന്ന് വന്ന് അപ്പോൾ പുള്ളി അച്ഛനോടും പറഞ്ഞു, അച്ഛൻ്റെ ഭാഗത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ വന്നു അവർ സംസാരിച്ചിട്ടും പറഞ്ഞു ഞാൻ കുറേ പ്രാവശ്യം തട്ടി. ഇവള് ജനലിൽ കൂടെ കർട്ടൻ മാറ്റി നോക്കുന്നുണ്ടായിരുന്നു, എന്ത് ഇവക്ക് എത്തത്തില്ലേ, ഇവക്കൊരു കസര ഇട്ടിട്ട് തുറന്നുവിടായിരുന്നു വാതിലെന്ന് വെച്ചാൽ. അച്ഛൻ പറഞ്ഞു അതാ ശരിയാന്നല്ലോ, ഇവള് വാതിൽ ഉറക്കുന്നവളാന്നല്ലോ. എന്നിട്ട് ഊണൊക്കെ കഴിഞ്ഞ് പോയി. അപ്പോഴും പുള്ളിക്കാരൻ എന്നെ ഒന്ന് നോക്കി. അപ്പം അച്ഛൻ്റെ ചോദിച്ചു എന്താ നീ വാതിൽ ഉറക്ക, നിനക്ക് കയ്യെത്തത്തില്ലേ, നിനക്ക് അകത്ത് വന്ന് പറഞ്ഞുകൊണ്ടേ ആള് വന്നിരിക്കുന്നു, ആ ആളിവിടെ ഉണ്ണാൻ വരും എന്നുള്ളത് നിനക്ക് അറിഞ്ഞൂടെ. ഞാൻ അറിയാരെന്ന്, ഞാൻ മനഃപൂർവ്വം തുറക്കാഞ്ഞതാന്ന് പറഞ്ഞു. അതെന്താ, എനിക്കിഷ്ടമല്ല അയാളെ. അച്ഛൻ ചോദിച്ചതൊന്നും ഇഷ്ടം. ആ നാടകത്തിൽ ആ ആൻറ്റി എന്തോരം കരയിപ്പിക്കുക, വൃത്തിയിട്ട മനുഷ്യന്, എനിക്കിഷ്ടമല്ല. എനിക്ക് ആൻറ്റിക്ക് വേണ്ടി ചെയ്യാവുന്നത് ഇങ്ങനെ കൂണ് കൊടുക്കാതിരിക്കും. അച്ഛൻ പറഞ്ഞു മോളെ അത് അഭിനയമാണ്, നിനക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ അഭിനയിച്ചത് നന്നായി. എനിക്ക് ആദ്യമായിട്ട് അഭിനയത്തിൻ്റെ ഒരു പാഠം അച്ഛനാണ് പറഞ്ഞത്. അത്രയും അയാൾ സിൻസിയറായിട്ട് അഭിനയിക്കുന്നു എന്നുള്ള ക്യാരക്ടറാണ് നീ കണ്ട, അല്ല ആ ആളല്ല, ആൾ വളരെ നല്ല മനുഷ്യനാണ്, ഭയങ്കര ലവിങ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണല്ലേ, അപ്പോൾ ആൾ പാവമാണോ. അപ്പോൾ അമ്മ പറഞ്ഞ് എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹമുള്ള നല്ല മനുഷ്യനാണ്, വലിയ നടനാണ് എന്നൊക്കെ പറഞ്ഞു. കോൺവെൻറ്റിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാൻഡ് സെറ്റിലുണ്ട്, NCC ബാൻഡ് സെറ്റിലുണ്ട്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ നടക്കുമ്പോൾ അവിടെ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നാടകം അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ഈ നാടകക്കാർ വരുന്നു, ഈ നാടകത്തിൻ്റെ ആൾക്കാർ വന്നിങ്ങനെ വരുമ്പോൾ അവരിങ്ങനെ ഈ ബാൻഡ് സെറ്റ് ഇതടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം നോക്കി നിന്നപ്പോൾ ഞങ്ങളിങ്ങനെ പോകും. അപ്പം ഞാൻ എൻ്റെ കണ്ണും ആ കണ്ണുകളും തമ്മിലുടക്കി. അപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ എന്നെ കണ്ടത്. അപ്പോൾ പുള്ളിക്കാരൻ മാഞ്ചേട്ടൻ്റെ മോളല്ലേ തങ്കച്ചി. ഞാൻ അതെ. നീ ഇതിനകത്തുണ്ടോ മിടുക്കി, വൈകുന്നേരം നാടകം കാണാൻ വരില്ലേ. അമ്മ വരും, നാടകം കാണാൻ വരും, ഫൈൻ ആർട്സ് സൊസൈറ്റി മെമ്പേഴ്സാണ്. വരും എന്ന് പറഞ്ഞു. അന്നങ്ങനെ ഒന്ന് കണ്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ സ്വരൂപത്തിലാണ് ഞാൻ കാണുന്നത്. പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ മുഴുവൻ ഞാൻ വാതിൽ തുറന്നു കൊടുക്കാത്തൊക്കെ എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ നോക്കും. ഞാനപ്പം പുള്ളി കണ്ടിട്ട് ഇങ്ങനെ അധികം മിണ്ടാനൊന്നും പോയില്ല. അപ്പം പുള്ളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി, പുള്ളിയും മനസ്സിലാക്കുന്നില്ല ഞാനാന്ന്. പുള്ളി കയറിയിട്ട് അവിടെ അഭിനയിച്ചിട്ട് ആരാണ് ആ ഹീറോയിൻ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴേക്കും പുള്ളി പറയും. എന്നിട്ട് ഞാൻ കണ്ടിട്ട് എൻ്റെ അടുക്ക് ഒരു അക്ഷരാക്കുള്ള മിണ്ടിയില്ലല്ലോ. ഇട്ട് വന്നിട്ട് എന്താ മിണ്ടാച്ച്, എൻ്റെ മണ്ണിൽ എങ്ങനെ മിണ്ടും എന്നൊക്കെ ഉള്ള അതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു മോളെ എനിക്ക് മനസ്സിലായില്ല, അപ്പം നീയല്ലേ വന്ന് എൻ്റെ അടുക്ക് ഇങ്ങോട്ട് സംസാരിക്കണ്ട. ഞാൻ പറഞ്ഞ അതെ, പക്ഷേ എൻ്റെ എനിക്കെന്തോ എന്നെ പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നൊക്കെ ഉള്ള. മാഞ്ചേട്ടൻ്റെ മോളെ പറഞ്ഞാൽ മനസ്സിലാവും, എന്തു വഴി ഇങ്ങനെ തോളത്തായിട്ട്. ഞാൻ ഇന്നും എന്താ പറയുന്നത്, ഈ പല നടന്മാരെ നമ്മൾ കണ്ടെങ്കിലും തിലകമ്മാമൻ ചെയ്ത ക്യാരക്ടറുകളും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വ്യക്തി ജീവിതത്തിലുള്ള ആ നിഷേധാത്മകമായ നിലപാടുകളൊക്കെ എപ്പോഴും നമുക്ക് എന്താ പറയുക ഇഷ്ടം തോന്നുന്നതാണ്. ഒരുപാട് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളായിരുന്നു. സ്വരൂപം കഴിഞ്ഞു ഉടൻ തന്നെ എനിക്ക് അടുത്ത ഇത് വരുവാണ്. പക്ഷേ എനിക്കങ്ങനെ പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പം ഞാനത് വേണ്ടാന്ന് വെക്കുന്നു. പിന്നെ എനിക്ക് ദുബായ് റേഡിയോയിലോട്ട് സെലക്ഷൻ വരികയാണ്, ദുബായ് റേഡിയോയിലോട്ട് പോകാൻ. അപ്പോൾ ദൂരദർശൻ ജോലി വേണ്ടാന്ന് വെച്ചു. പിന്നെ ദുബായ് റേഡിയോയിലോട്ട് വരികയാണ്. പക്ഷെ ദുബായ് വരെ എനിക്ക് അങ്ങനൊന്നും എനിക്ക് ഇട്ടെറിഞ്ഞ് പോകാനുള്ള ഒരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു. എനിക്ക് കുടുംബവും അതൊന്നും അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മുടേതായ ഇഷ്ടമുള്ളൊരു ബിസിനസ്സിലോട്ട് ഞാൻ കയറുന്നു. നല്ലൊരു ടെലിവിഷൻ സ്റ്റുഡിയോ തിരുവനന്തപുരത്തിടുന്നു, അത് ഞാൻ നോക്കി നടത്തുന്നു. പിന്നെ ഞാൻ ചേട്ടനെ സ്വതന്ത്രമായിട്ട് അഭിനയിക്കാനും രാഷ്ട്രീയത്തിന് പുള്ളിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ നോക്കി നടത്തുന്നു, കുഞ്ഞിനെ നോക്കുന്നു. അതിനുശേഷമല്ലേ അദ്ദേഹത്തിന്റെ കളിയാട്ടമൊക്കെ ചേട്ടൻ പോയി കളിയാട്ടം ആ സമയത്ത് എത്രയോ സിനിമകൾ ഇദ്ദേഹം ചെയ്തു. അപ്പം അദ്ദേഹമൊക്കെ അവർക്കൊക്കെ എന്താ പറയുന്നത് ഫ്രീ ആയിട്ട് അവരുടെ ജോലി ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുകയാണ്. കുടുംബം എന്നുള്ളൊരു പ്രശ്നം അവർക്ക് വരുന്നില്ല. ഇതൊക്കെ നല്ലപോലെ പോകുന്നു. പിന്നെ നാടക ട്രൂപ്പ് നമ്മുടെ കയ്യിൽ വരുന്ന നാടകം ചെയ്യുന്നു. പിന്നെ നമ്മൾ ടെലിവിഷൻ വരുന്നതോടുകൂടി ടെലിവിഷൻ ഇത് കൊടുക്കണം. അപ്പം ചില ഇതൊക്കെ നല്ല ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ നല്ലതാണെങ്കിൽ ഞാൻ അത് ഞാൻ എടുക്കാം, കൂടെ നമ്മൾ നിൽക്കുമല്ലേ. അങ്ങനെ ചില സീരിയലുകളൊക്കെ ഇളംമല എന്ന് പറഞ്ഞൊരു യക്ഷി സീരിയൽ വന്നു, ഓർക്കുന്നുണ്ട്. അതിൽ അതൊരു കൺസെപ്റ്റാണ്. ആ ഞാൻ പറഞ്ഞ മുട്ട അടിക്കണം, പിന്നെ ഈ കറുത്ത ഡ്രസ്സ് സ്കൂൾ ഡേ യക്ഷിയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ
മുകേഷ് ഏട്ടൻ്റെ മേക്കപ്പ് മാൻ ചെന്നൈയിലുള്ള ആളാണ്. അയാളാണ് എനിക്ക് ആ വിഗും ഇതെല്ലാം കൊണ്ടു തന്നു. അപ്പോൾ അച്ഛൻ ഞാൻ മേക്കപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ അച്ഛൻ പൂജയുടെ സമയമാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വന്ന് ഒരു ജനലിനപ്പുറം ഇപ്പുറം ഞങ്ങൾ നിൽക്കുക. അച്ഛൻ എന്നെ നോക്കി. എനിക്കറിയാം അച്ഛൻ്റെ മുഖത്ത് ഈ വികാരം വരുമ്പോൾ പെട്ടെന്ന് വരും അച്ഛ പറഞ്ഞു കണ്ണൊക്കെ ഒരു വല്ലാതെ നിറഞ്ഞു എന്ന് വന്നു. ഞാൻ വിചാരിക്കും അച്ഛനെന്താ ഇങ്ങനെ. അച്ഛൻ വന്നിട്ട് പറഞ്ഞു നീ എന്തിനാ മോളെ മുട്ടയടിച്ച് അത്ര ഗോളടിച്ച്. അച്ഛൻ പോലും അച്ഛൻ അങ്ങനെ വിശ്വസിച്ചെങ്കിൽ പിന്നെ എനിക്ക് ഈ ലോകത്തെ എല്ലാവരും വിശ്വസിപ്പിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു അച്ഛൻ വിങ്ക അത് ജോയിണ്ണൻ്റെ മേക്കപ്പ് മാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനങ്ങ് പേടിച്ചു പോയി പോളെ എന്ന് പറഞ്ഞു. കാരണം അന്ന് നല്ല മുടി എനിക്ക്. സീരിയൽ തുടങ്ങുന്ന സമയം ആദ്യത്തെ ഹൊറർ സീരിയൽ പിന്നെ 7 days ആണ്. എല്ലാ ദിവസവും ഉണ്ട്. രാത്രി 10 മണിയാകുമ്പോൾ എൻ്റെ മനുഷ്യന് ഉറങ്ങാൻ പറ്റില്ല. പിള്ളേർ എന്നിട്ട് ഒരു കത്ത് വരും. അന്ന് കത്ത് വരുമ്പോൾ പറയും 7 മണി എന്നുള്ളത് അല്ല 10 മണിയോ 7 മണിയല്ല 6 മണിയാക്കാൻ പറ്റുമോ. കാരണം അന്നൊക്കെ വേറെ വീടുകളിൽ പോയിട്ട് TV കാണും. കഴിഞ്ഞവർക്ക് വീട്ടിൽ നടന്നു വരണ്ടേ, പേടിയാവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി എന്തോരം ചാക്കിലാണ് കത്തുകൾ വരുന്നത്. ഈ കൊണ്ടുവരുന്ന പോസ്റ്റ് ഓഫീസിൽ നിന്ന് കത്തുകൾ എല്ലാ ദിവസവും ഇങ്ങനെ കത്തുകൾ. പിന്നെ ഒരു നിലവരിട്ട ജാലകം, അതും ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറായിരുന്നു. ഇങ്ങനെ ഒരു മേനക ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം. അങ്ങനെ അതൊക്കെ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഇടയ്ക്കും മുറയ്ക്കും എന്തിനകത്തെങ്കിലുമൊക്കെ അഭിനയിക്കും എന്നല്ലാതെ ഒരു ഫുൾ ലെങ്ത് ആയിട്ട് എനിക്ക് അങ്ങനെ ആക്ടിങ്ങിലോട്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെ അഭിനയിക്കാനുള്ള ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. പൊന്മാൻ ഇതണക്ക് വരുന്നു. പൊന്മാൻ വരുമ്പം ജ്യോതിഷ് നേരത്തെ അറിയാം. ഏഴിലമ്പാലയിലെ ആർട്ട് അസിസ്റ്റന്റ് ജ്യോതിഷ് പഠിക്കുക. അവൻ ഫൈനാൻസ് കോളേജിൽ പഠിക്കുന്ന സമയം. അന്ന് അവൻ ഇവിടുന്നാണ് പരീക്ഷ എഴുതാൻ പോകുന്നതൊക്കെ. ഞാൻ അന്ന് വർക്കുള്ളതുകൊണ്ട് വർക്കഹോളിക്ക് അവൻ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാം മറന്ന് ജോലി ചെയ്യുക. ഫ്രെയിമിൽ അവൻ വന്ന് നോക്കും. എന്നിട്ട് അത് കൈ തൊടുമ്പോഴത്തേക്ക് അതിൻ്റെ രൂപം ഭാവവും അങ്ങ് മാറും. അത്രയ്ക്ക് ഭയങ്കര എന്താ പറയുക ദൈവം തൊട്ട കൈകളായിരുന്നു അപ്പം എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കുന്ന ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന കുട്ടിയാണ്. അപ്പം പബ്ലിക് എക്സാം അങ്ങണ്ട. അപ്പം ഇവൻ ആ ടെൻഷനിൽ നിൽക്കുക. ഞാൻ എന്താരെങ്കിലും വഴക്ക് പറഞ്ഞു എന്നാൽ പറയല്ല പരീക്ഷ അവന്. പക്ഷെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത് കൊള്ളാം, പരീക്ഷയായിട്ട് ഇവിടെ നിൽക്കുന്നു. അവനിങ്ങ് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പരീക്ഷയാണോ? അതെ. അവനെ ഇവിടെ കണ്ടുവരുത്, പോടാ പോയി പരീക്ഷ എഴുത് എന്നിട്ട് വാ എന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ ഞാൻ അറിയുന്നതെന്ന് വെച്ചാൽ അവൻ വലിയ ആർട്ട് ഡയറക്ടറായിട്ടാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ മകൻ വിളിച്ചു പറഞ്ഞു അമ്മ ജ്യോതിഷേട്ടൻ വിളിച്ചിരുന്നു, അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്ന് വരാൻ പറയണം അമ്മ. ഞാൻ പറഞ്ഞു നാളെ വരാൻ പറ വന്നോട്ടെ. അപ്പോൾ ഇവൻ വന്നു. അപ്പോൾ കൊല്ലത്തുണ്ട്, അപ്പോൾ എന്നെ കാണാൻ വരുന്നു. അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇവൻ വന്നിട്ട് പറഞ്ഞു ചേച്ചി ഞാനിങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഗീത ഇരിക്കുന്നിടത്ത് അവനിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ആന്നോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ സംവിധാനം ചെയ്യുന്നതൊക്കെ കൊള്ളാം. അന്നേരം ഈ ആർട്ടിൻ്റെ ഒട്ട് നീ ശ്രദ്ധിക്കരുത്. അതിന് നീ വേറെ ആളെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തോളും കേട്ടോ. നീ ഒരിക്കലും നീ ആ ഇതിൽ നോക്കുക, നീ സംവിധാനത്തിൽ മാത്രം ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്ന ഉപദേശം അന്നേരം ഇവൻ പറഞ്ഞ് ഈ ബുക്ക് തരിക ഇന്ദുഗോപൻ്റെ. ഓ ഇന്ദുഗോപൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്തുകാരനാണ്. അപ്പം ഇത് ഞാൻ വായിച്ചിട്ടില്ല ഇന്ദുവിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ വായിക്കാം. അപ്പോൾ തന്നിട്ടുണ്ട് ചേച്ചി അതിൽ ആഗ്നസ് എന്നുള്ള ക്യാരക്ടറുണ്ട്, ആ ചേച്ചിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താ ഇവരിങ്ങനെ എണീക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പം കാല് തൊട്ട് തൊഴാനാണല്ലോ. അപ്പം ഞാൻ എണീക്കണോ ഇരിക്കണോ ഏത് പൊസിഷനിലാണ് ഈ അനുഗ്രഹം കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മുടെ മനസ്സിൽ. അപ്പം ഇവൻ എണീറ്റ് ചെയ്ത് ഈ ബുക്ക് തരികയും ഇത് പറയുകയും ചെയ്തപ്പോൾ ഞാൻ അന്തം വിട്ട് ഇങ്ങനെ ഇവനെ നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞു ഞാനോ എൻ്റെ ആഗ്രഹമാണ്, ഞാൻ ആദ്യം ചെയ്യുന്ന സംവിധാനം ചെയ്യുന്ന സിനിമയാണ്, ചേച്ചി അത് ചെയ്യണം. അപ്പം ഞാൻ വിചാരിക്കും എന്നെ ഒരാൾ വിശ്വസിക്കില്ലേ. അപ്പോൾ അവിടെ ഞാൻ നോന്നോ അല്ലെ അവധ പറയാനോ, സാധാരണ അവധ പറയും ഞാൻ, അവധ പറയാനോ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ശരി ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ചേച്ചി ഇത് വായിച്ചപ്പോൾ ഉണ്ടല്ലോ ഈ ക്യാരക്ടർ എന്നല്ല, അതിൽ ഓരോ ക്യാരക്ടറും എത്ര ജീവിതഗന്ധിയായിട്ട് നമുക്ക് കൊല്ലം അറിയാവുന്നവരായതുകൊണ്ടും ഒക്കെ നമ്മൾ കണ്ട ഒരുപാട് മനുഷ്യരുമായിട്ട് ഒരുപാട് ബന്ധമുള്ള കണക്ക് തോന്നി. ഉടൻ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നോവല്, നമുക്കിത് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു ക്യാരക്ടർ ഒരു മേക്കപ്പ് ചെയ്തിട്ടൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ അത് ചെല്ലുന്നു, നമ്മളത് മേക്കപ്പൊക്കെ ചെയ്ത് ഈ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഇവൻ വന്നിട്ട് പറഞ്ഞു ജ്യോതിഷ് വന്നിട്ട് ഈ ഒരു മുടിയുണ്ട്, ഇത് കൊച്ചൊരു മുടി, ഇങ്ങനൊരു മുടിയുണ്ട് നമുക്ക്. ചിലർക്ക് നല്ല നീട്ടത്തിൽ കാണും, ചിലർക്ക് ഇത്രയും കാണും ഷോർട്ടായി. അങ്ങനെ ഒരു മുടിയുണ്ടോ ചേച്ചി? അപ്പം ഞാൻ ഇതാന്നോ? അത് തന്നെ. ഇത് കടൽക്കാറ്റേറ്റിങ്ങനെ പറക്കണം,
അപ്പം എത്രമാത്രം ഈ പയ്യൻ ഈ ക്യാരക്ടർ അനാലിസിസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അതിലും ധര വേണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ നമ്മൾ മനസ്സ് വിചാരിക്കുക എത്രമാത്രം ഇവൻ പഠിച്ചിരിക്കുന്നു എൻ്റെ കഥാപാത്രത്തിനെ പറ്റി. പിന്നെ നമ്മൾ 2, 3, 4 പ്രാവശ്യം ഇത് വായിക്കുകയാണ്. ആഗ്നസ് എന്താണ്, ഞാൻ പിന്നെ ഇവിടെ വരുന്ന നമുക്ക് മീൻ കൊണ്ടുവരുന്നവർ, മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഇവരായിട്ടൊക്കെ നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ്, സ്ഥിരം മേടിക്കുന്നവർ. അപ്പോൾ ഇവരൊക്കെ കണ്ട് നമ്മൾ പഠിക്കുകയാണ് എന്താണ് ഇവർ ജോലി ചെയ്യുമ്പോഴും ഇവരുടെയൊക്കെ കണ്ണിലൊരു ഭയങ്കരമായ ദൈന്യതയുണ്ട്. കാരണം ഒരു കുടുംബം ഇത്ര പറഞ്ഞ ഈ ചുമന്ന് നീണ്ടവരെന്ന് മീനെടുത്ത് ഒരു ഓട്ടോറിക്ഷയ്ക്കേറ്റ് പൊളത്തോട് ജംഗ്ഷനിൽ ഇറങ്ങിയാൽ ഇത് ചുമക്കുകയാണ് ഇവർ ഈ സ്ത്രീകൾ. ഇത് ഇത്ര വെയിറ്റ് കാണും, ഇത് ചുമന്ന് ഇത്രയും ഓരോ വീടുകളിലും ഇറക്കി കച്ചവടം നടത്തി ഒരു 3 മണിയാവും തിരിച്ച് ഇവർ പോകുമ്പോൾ. തിരിച്ച് ഇവർ ഓട്ടോ ഒന്നും പിടിക്കത്തില്ല, തിരിച്ച് ബസ്സിൽ കയറി ഇവർ അവിടെ എത്തുന്നത്. അപ്പം എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടുള്ള. അപ്പം എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ മീൻ കച്ചവടത്തിന് പോകുന്നില്ല. ഒരു ബോട്ടുടമയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ പുറത്ത് ഒരു എന്താ പറയുക അന്തസ്സ് പാലിക്കുകയും വേണമെന്നും വീട്ടിൽ ഒരു വകയ്ക്ക് ഗതിയുമില്ല. അപ്പോൾ ഉള്ള ഒരു മാനസിക സംഘർഷമുണ്ടല്ലോ. അപ്പം അത് നമ്മൾ ഈ കാണുന്നതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ പറയണക്ക് ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള സീനാണ് ഇവന് തരുന്നത്. ആദ്യ രാത്രി ചെന്ന് വാതിൽ തട്ടുന്ന രംഗം. 1 ടേക്കായി 2 ടേക്കായി 3 ടേക്കായി പറ്റുന്നില്ല. അപ്പം വീണ്ടും എടുക്കും ഇവര്. അപ്പം ഇപ്പം പറയുന്നുണ്ട് ചേച്ചി സംഘർഷമുണ്ട്, അത് കുറച്ചും കൂടെ വരട്ടെ. ഫസ്റ്റ് നൈറ്റാണ്, മോളുടെ ബെഡ്റൂമാണ്. അപ്പം ഞാൻ ഈ 3ാമത്തെ 4ാമത്തെ ഇതിനകത്ത് ഇങ്ങനെ വരുക. അപ്പം ഇവൻ അവിടെ ഇരിപ്പുണ്ട്, ബേസിൽ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ചെറുക്കൻ ആകെ കുറച്ച് ദിവസമേ ഉള്ളതെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ടെൻഷനുണ്ട്. ഈ നമ്മളായിട്ട് ഇവർ ഡേറ്റ് പോവോ ഇതൊക്കെ ഉള്ള ടെൻഷനുണ്ട്. ഈ ഞാൻ ഇപ്പോഴേ ഇങ്ങനെ 2-3 ടേക്ക് എടുത്താൽ അങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും എന്നൊക്കെ ഉള്ളു. ഇപ്പം ഈ നടന്നങ്ങനെ വന്ന് ഈ വാതിലിൻ്റെ അടുത്ത് നിൽക്കുക. അപ്പം ഞാൻ മനസ്സിങ്ങനെ വിചാരിച്ചു പറ്റില്ല എന്ന് പറഞ്ഞങ്ങ് പോവാം, ഇതായിരിക്കും നല്ലത്. ഇപ്പം ഇത്രയല്ലേ ആയുള്ളൂ, നാളെ അവരാരെങ്കിലും എടുത്തോട്ടെ. അപ്പം ജ്യോതിഷി ഇപ്പോൾ പറയണോ അതോ ഇത് ഇന്നത്തെ കഴിഞ്ഞിട്ട് പറയണോ എന്നൊക്കെ ഉള്ള ചിന്തകൾ മനസ്സിൽ മുട്ടാൻ കഴിയില്ല. ജ്യോതിഷ ഞാനില്ല കേട്ടോ എന്ന് പറയണോ. ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുക. പിന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വരിക, പിന്നെ തോറ്റു പോകണോ, എന്തായാലും വന്ന് ഇത് നാട് മുഴുവൻ പരക്കും, ചെന്ന് പറ്റിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയി എന്ന് പറയും. അതിനൊക്കെ നല്ലത് അഭിനയിക്കാനല്ലേ വന്ന്, അങ്ങോട്ട് അഭിനയിക്കുക, അത്ര തന്നെയുള്ളൂ. ആ ക്യാരക്ടർ ആവുക എന്നത് ഇത്ര പാട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ജ്യോതിഷം വന്ന് കറക്റ്റ് അത് തന്നെ, ആ കൺഫ്യൂഷൻ വരട്ടെ, തുറക്കണോ വേണ്ടയോ, അപ്പം നമ്മുടെ മനസ്സിൽ നിൽക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ശരി നിൽക്കാം എന്ന് പറഞ്ഞു. കുട്ടി കറക്റ്റ്. എന്തോ അമ്മ മോളെ ആ സ്വർണം കൊണ്ടുവന്ന പയ്യൻ നല്ല രസമുണ്ടല്ലോ അതിന്റെ പ്രോസസ് കേൾക്കാൻ. ഒരു സിനിമ ശ്രീനിവാസ മന്നണക്ക് അവിടെ അതേപോലായിരുന്നു എൻ്റെ മനസ്സിലെ സംഘർഷവും ആ കഥാപാത്രത്തിന്റെ സംഘർഷവും. ആഗ്നസ് അങ്ങനെ മനോസംഘർഷത്തിലാണ്. ആഗ്നസ് അല്ല, സന്ധ്യാരാജനും ആക്ടേഴ്സും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒരേ കണക്കാ കൊണ്ടുപോകുന്നു തുറന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ ഞാൻ സോറി പറഞ്ഞു ബേസിക്. ഞാൻ തെറ്റിച്ചോണ്ട് ഇല്ല ചേച്ചി നോർമലായിട്ട്, ചേച്ചിക്ക് പെട്ടെന്ന് അറിയാൻ വയ്യാതെ വന്നുകൊണ്ട് അത് കുഴപ്പമില്ല ചേച്ചി നോർമലായിട്ട് ചെയ്താളൊക്കെ ചെയ്താൽ മതി, നന്നായിട്ടുണ്ട്. ആ കഥാപാത്രത്തിന്റെ ആ സീനായിരിക്കും ഒത്തിരി എടുത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നോട്ടീസ് ഒരു ക്രഷ എന്ന നിലയ്ക്ക് ഞാൻ കണ്ട ആ മാല ചോദിക്കുമ്പം ഇത് മുക്കുമാലയാന്നെന്തോ പറയുന്ന ഒരു സീനില്ലേ, അനിയത്തി. അതൊരു വല്ലാത്തൊരു. അപ്പൊ തിരിച്ച് ആഗ്നസിന്റെ ഒരു മുഖഭാവം ഉണ്ട്. അങ്ങാരെന്നും എഞ്ചിൻ പണിയാ, ബോട്ട് കരയില. അത് എന്തൊരു പരിക്ഷീണമായ മുഖവും പുറകിൽ നിന്ന് കുത്തു കിട്ടിയ ഒരു അവസ്ഥയൊക്കെ കൂടെ. അതെങ്ങനെയാ അങ്ങനെ ഒരു അവസ്ഥ എപ്പോഴേലും ചേച്ചിക്ക് വന്നിട്ട്? ഭയങ്കര അങ്ങനൊന്നും വന്നിട്ടില്ല. പക്ഷെ ഈ കഥാപാത്രം ഇതിൽ ഒരു വാചകത്തിൽ അത് കിടക്കാണ്. ഇവള് ഭർത്താവായിട്ട് ഒളിച്ചോടി വന്നപ്പോൾ എന്റെ കഴുത്തിൽ കിടക്കുന്ന മാല ഊരി ഭർത്താവ് അവക്ക് കൊടുക്കുകയാണ്. എന്റെ കഴുത്തിൽ കിടന്ന 3 പവന്റെ മാല ഊരി അവക്ക് ഇട്ടു കൊടുത്തത്. ഇപ്പൊ പറയുന്ന ഇതെല്ലാം മുക്കുപെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രതീക്ഷിച്ച് വന്ന സ്ഥലത്ത് വിശ്വസിച്ച് കാരണം ഗതിയില്ലാത്തവൻ ആരും ഒന്നും കൊടുക്കില്ല. അതാണ് അതിൻ്റെ ഒരു പാഠം. നമ്മളിപ്പോൾ വീക്കാണ്, അപ്പം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ ഇത് തിരിച്ചു കിട്ടുമെന്ന് എന്താ ഉറപ്പില്ലല്ലോ, അപ്പം കൊടുക്കില്ല. ചേച്ചി അപ്പം പൊന്മാൻ സൂപ്പർ ഹിറ്റായി. ആഗ്നസും സന്ധ്യ രാജേന്ദ്രനും ഈ പറഞ്ഞ പോലെ പുതിയൊരു സംഭവം തന്നെയായി. ഇങ്ങനെ ഈ പറഞ്ഞ നമുക്കിവിടെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന കാലമാണ്. ലളിത ചേച്ചി പോയി, സുകുമാരി ചേച്ചി പോയി. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അത്ര ഒരാളില്ല.
അപ്പം ഞങ്ങൾ ഓർത്തു അടുത്തത് ഇനിയിപ്പോൾ സന്ധ്യ രാജേന്ദ്രൻ എന്നും പറഞ്ഞൊരു 10 സിനിമ വരുമെന്ന്. എന്ത് വരാത്തേ? അത് നമുക്ക് ആപ്റ്റായിട്ടുള്ളത് വരണമല്ലോ. അല്ല അതിനുശേഷം വന്നെനിക്ക് 2-3 വന്നെങ്കിലും ഈ പറഞ്ഞ കണക്ക് അങ്ങനെ എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയത് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ കണക്ക് അമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന സന്ദർഭം, പിന്നെ ചേട്ടനിടയ്ക്ക് ഷുഗർ അത് ഈയിടെ നല്ല വിവാദം. അയ്യോ അപ്പോഴേ ആ ചേട്ടൻ പറയുന്നത്, എനിക്ക് ആദ്യം ഭയങ്കര വിഷയം. ഞാൻ പറഞ്ഞത് എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ അതാ പറഞ്ഞു എന്നെ അത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി. ഞാൻ പറഞ്ഞ ഇത് ചില ആൾക്കാർക്ക് വീണ്ടും ഒരു ഉണർവും ഉന്മേഷവും കൊടുക്കാനായിട്ട് കാലം പെയ്യുന്ന ഒരു വർഷമായിട്ട് എനിക്ക് തോന്നിയത്. അത് നല്ലൊരു വീക്ഷണം. അപ്പം വീണ്ടും ശരി അവര് ആ ഹെൽത്ത് വൈസ് ഒക്കെ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ ഷുഗർ വല്ലാതെ ഇതായി കഴിയുമ്പോഴത്തേക്ക് വെച്ചാൽ ഈ ഷുഗറിനുള്ളൊരു കുഴപ്പം പല അവയവങ്ങളെ ഇത് കയറി ബാധിക്കാറുണ്ട്. അപ്പം പിന്നെ ഈ ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് കിഡ്നിയൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും സാധനം. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ വളരെ അതിനൊന്നും അധികം ഓവർ വർക്ക് നമ്മൾ കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വെള്ളമൊക്കെ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. 1 ലിറ്റർ വെള്ളം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ഒരു വെയിറ്റ് അദ്ദേഹത്തിന് നല്ല സൈസൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ വെയിറ്റൊക്കെ ഒരു 65 കിലോ കൂടുതൽ പാടില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞ് നടനല്ലേ, അപ്പോൾ വല്ലാതെ മെലിഞ്ഞാൽ അതൊക്കെ ആളുകൾ അങ്ങ് ശീലിച്ചോളും. നടനത്തിലാണ് നോക്കുന്നത് ആളുകൾ, അത് മറ്റു കാര്യങ്ങളൊന്നും. ആരോഗ്യവാനായിട്ടിരിക്കുക എന്ന് പറയും. പക്ഷെ ഇപ്പോൾ എല്ലാം കൺട്രോൾഡാണ്. ആൾ നല്ല എല്ലാ കാര്യങ്ങളും. ഈ ശാകുന്തളൊക്കെ പുള്ളിയുടെ എന്ന് പറയുന്നത് പുള്ളിയുടെ സ്വപ്നമായിരുന്നു അത്. ശാകുന്തളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശാകുന്തള പറയുന്നുണ്ട്, എനിക്ക് ഭാര്യ, പെങ്ങള്, മറ്റേത് അതൊന്നും അറിയണ്ട, എനിക്ക് ഈ ഭാരത സംസ്കാരം ഉണ്ടാക്കിയ പുത്രനെ രൂപം കൊടുത്ത അമ്മയായാൽ മതിയെന്ന്. ചേച്ചിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഉണ്ട്, നാടകത്തിൽ നന്നായി പഠിച്ച് ഉന്നത പഠനം നേടിയ അഭിനേത്രിയാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. ചേച്ചി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സന്ധ്യ രാജേന്ദ്രൻ എന്ന കഥാപാത്രം എന്ന വ്യക്തിയെ എങ്ങനെ അറിയപ്പെടുന്നു? നല്ല കുട്ടിയാട്ടോ തങ്കച്ചി മോള്. എൻ്റെ അനിയത്തി പറയും ആദ്യം ഈ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ ആൺകുട്ടികളില്ല. കാരണം ഭാർഗ്യമ്മയുടെ അമ്മ ഒറ്റമകള്, ഭാർഗ്യമ്മയുടെ അമ്മയ്ക്ക് ഭാർഗ്യമ്മ ഒറ്റമോള്, ഭാർഗ്യമ്മയ്ക്ക് 2 പെൺമക്കള്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയമ്മ ഗർഭിണിയായപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു ഒരു ആൺകുട്ടിയെ കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കൊണ്ട് മുകേഷ് ഏട്ടൻ, ജോയണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ജോയണ്ണൻ വന്നു. പിന്നെ 2ാമത് ഗർഭിണിയായപ്പം ഒരു പെണ്ണിനെ കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഇവള് വന്നു. പിന്നെ 3ാമത്തെ ആയപ്പോൾ എന്തായാലും എന്നാ അങ്ങനെ ആർക്കും വേണ്ടാതെ ഞാനുണ്ടടാ എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ഒരു മൂത്ത മകൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറച്ച് പെർഫെക്റ്റായിട്ടാണ് കുടുംബത്ത് നിൽക്കുന്നത്. പിന്നെ എന്തോ എനിക്കറിഞ്ഞൂടാ, ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ മാത്രമായിരിക്കും സ്ത്രീ. എനിക്കറിഞ്ഞൂടാ അതെന്താണെന്നുള്ള. അന്നൊക്കെ നാടകം ഇതുണ്ടെങ്കിലും ഒരു നാടകത്തിൻ്റെ ഒരു നിർമ്മാതാവായ അല്ലെങ്കിൽ ഒരു ചേട്ടൻ്റെ ഒപ്പം സംവിധാനത്തിലും ആക്ടേഴ്സിൻ്റെ ഗ്രൂമിങ്ങിലായാലും എല്ലാത്തിലും വരുന്ന കോസ്റ്റ്യൂം, കൊറിയോഗ്രഫി ഇതൊക്കെ ചെയ്യാൻ ഞാനായിരുന്നു. ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ടായിരിക്കും, ഞാൻ വരുമ്പോൾ ഞാനായിരുന്നു. അത് കഴിഞ്ഞ് ടെലിവിഷൻ പ്രൊഡക്ഷൻ സംവിധാനം ചെയ്തു. അവിടെ ആദ്യത്തെ ഔട്ട്സൈഡ് സംവിധായകൻ ഞാനാണ്. ഞാൻ എത്രയോ ഡോക്യുമെൻ്ററികൾ ചെയ്തു. അതൊക്കെ കഴിഞ്ഞോട്ട് വന്ന് ടെലിവിഷൻ സ്റ്റുഡിയോ ഇടുന്നു. ആദ്യത്തെ വനിതാ സ്റ്റുഡിയോ ഞാനാണ് ഉണ്ടാക്കുന്നത്, വനിതാ സാരഥി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ സിനിമ നിർമ്മാതാവായി. ആ സമയത്ത് എല്ലാവരും ഭാര്യമാരെ പേര് വെക്കും, അവരെ നക്ഷത്രം ഫലം നല്ലതാണ്. മറിച്ച് നമ്മൾ നക്ഷത്രം വെച്ച് നോക്കും. അപ്പം അതില് അവർക്ക് നല്ല സമയമാണ്, അല്ലാതെ അവര് വന്ന് പ്രൊഡക്ഷനിലൊന്നും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നല്ല സ്ത്രീ പ്രൊഡ്യൂസർമാരുണ്ട്. പക്ഷെ ഞാൻ വരുമ്പം നമ്മൾ തന്നെ എല്ലാ A-to-Z അവിടെ ഒരു മൊട്ടുസൂചി വേണമെങ്കിൽ ഞാനാണ് പോയി മേടിച്ച് കൊടുക്കുന്നത്. നമ്മളപ്പോൾ ഒരുപാട് പേർക്ക് വഴികാട്ടി. പിന്നെ അഡ്വർടൈസിങ് ഏജൻസി ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരെണ്ണം. അവിടെ ഇപ്പോഴും അതിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ഞാനൊരു പെണ്ണ് മാത്രമേ ഉള്ളൂ. പ്രൊഫഷണൽ ഡ്രാമ ചേംബറിൻ്റെ ചെയർപേഴ്സൺ ഒരു സ്ത്രീ, ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ. അവിടെ പുരുഷന്മാരെ ഇരുന്നിട്ടുള്ളൂ, അവിടെ ഒരു സ്ത്രീയായിട്ട്. അപ്പോൾ എവിടെ ചെന്നാലും ഞാനെന്ന് പറഞ്ഞ സ്ത്രീക്കൊരു പ്രാമുഖ്യം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ സ്വാഭാവികമായിട്ടും എൻ്റെ കഠിനാധ്വാനമുണ്ട്. എൻ്റെ പിന്നിൽ എൻ്റെ കഠിനാധ്വാനം, എൻ്റെ അച്ഛനിൽ നിന്ന് പഠിച്ച പാടുണ്ട്, എൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്.
ഒരു കാര്യത്തിലും എപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അവരെ നമ്മളുടെ ഒപ്പം നമ്മളുടെ ആളായിട്ട് തന്നെ അവരെ കൂടെ നിൽക്കുന്നവരെ കാണണം, അങ്ങനെ വേണം അവരെ സ്നേഹിക്കണം. അവരിലൂടെയാണ് നമ്മളത് ഏൺ ചെയ്യുന്നത്. അല്ല നമ്മുടെ കഴിവുകൊണ്ടൊന്നും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല. കൂടെ നിൽക്കുന്നവരെ ഒപ്പം നിർത്തുക, അപ്പോഴേ നമുക്കും അതിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. ചേച്ചി എന്താ രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തെ? ഉം? ഒരു വീട്ടിൽ ഒരു രാഷ്ട്രീയക്കാരി മതി. രാഷ്ട്രീയമുണ്ടല്ലോ നമുക്ക്, വ്യക്തിപരമായി അങ്ങനെയല്ല ഞാൻ പറഞ്ഞ രാഷ്ട്രീയമുണ്ട്. അധികാര പശ്ചിമ 2 പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് എനിക്ക് സീറ്റ് വന്നതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇതെല്ലാം ഞാനിപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് പോയാൽ ഞാൻ ഈ വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ പറഞ്ഞ മീരെ പോലെ എനിക്ക് അറ്റാച്ച്മെൻ്റ്, എൻ്റെ ബിസിനസ്, എൻ്റെ ക്രൂ, എൻ്റെ കൂടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ക്രൂ, സ്റ്റാഫ്, ഇതൊക്കെ ആര് നോക്കി എനിക്ക് വിശ്വസിച്ചിട്ട്. അപ്പം എൻ്റെ മരുമോൾ ഈ അടുത്ത സമയത്ത് എന്നോട് പറയും, അമ്മയുടെ തോന്നല, നാളെ വണ്ടി ഓടും, അമ്മയുടെ തോന്നല, അമ്മ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. വെറുതെ തോന്നല, അമ്മ 4 ദിവസം മാറിയുന്ന ഇതൊക്കെ അതേ കണക്ക് പോവും. അത് കൈമാറി പോണം അമ്മ, അല്ലാതെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തീരൂ. സാധാരണഗതിയിൽ ഞാനൊരു ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നയാളോടാണ് ചോദിക്കാറുള്ള, പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഇത് കണ്ടുപഠിക്കാനുള്ള സ്ത്രീകളോട് എന്താണ് പറയാനുള്ളതെന്ന്. ഇതിപ്പോൾ പക്ഷേ ഒരു ട്വിസ്റ്റ് ഇരിക്കട്ടെ, പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. ഈ സന്ധ്യ ചേച്ചിയുടെ ജീവിതം ഇത്രയും നേരം ഞങ്ങൾ ഈ പറഞ്ഞ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം സത്യത്തിൽ ഒരു ജീവിതാനുഭവത്തിലെ ഓരോ ചാപ്റ്ററാണ്. നിങ്ങളെല്ലാവരും സന്ധ്യ ചേച്ചിയെ നിർബന്ധിക്കുക ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കാൻ. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം, ഇതിനോടൊക്കെ അനുബന്ധിച്ചുള്ള ഫോട്ടോകൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു. ചേച്ചി പറഞ്ഞാൽ അതെല്ലാം ഒരുമാതിരി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പം നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ ആ ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തലുകൾ കൂടിയാണ്. കിട്ടുന്ന ഫോട്ടോ എല്ലാം ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ കിട്ടാത്ത ഫോട്ടോകളാണ് കൂടുതൽ. അതേപോലെ ചേച്ചിയോട് ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്, ഈ ഒരു കാലഘട്ടം ഒറ്റയ്ക്കൊരു പെണ്ണ് വന്ന് എങ്ങനെയാണ് നേടിയത്, എന്തൊക്കെയായിരുന്നു പോരാട്ടങ്ങളെന്ന് ഈ ചെറിയ ഇൻ്റർവ്യൂവിൽ ഒരിക്കലും നമുക്ക് തീർക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒന്ന് വലുതായിട്ട് രേഖപ്പെടുത്തണമെന്ന്, എത്രയോ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്ത ആളല്ലേ, സ്വന്തം കാര്യം കൂടി ഒന്ന് രേഖപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയോടുകൂടി. താങ്ക് യു. അതെ, അത് നോക്കാം, ആലോചിക്കാവുന്ന കാര്യമാണ്. ഇതാണൊക്കെ പ്രോത്സാഹജനകമായിട്ട് ഒരാൾ പറയുമ്പോൾ അതും വേണ്ടപ്പെട്ട ഒരാൾ. താങ്ക് യു.